നമ്മുടെ ബാൽക്കണിയിൽ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അതായത് നമ്മൾ സോയിലൊന്ന് സെറ്റാക്കുക, പിന്നെ ബാൽക്കണി ക്ലീൻ ചെയ്യുക. നിങ്ങൾ കാണുന്നില്ലേ, ഗ്രില്ല് ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ്. ഏർലി മോർണിംഗ് ആണ് കേട്ടോ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം കുറേ നാളായിട്ട് നമ്മൾ ഈ ചട്ടിയിലെ മണ്ണ് മാറ്റുന്നില്ല എങ്കിൽ, ടെറസിലൊക്കെ നമ്മൾ ഗാർഡനിങ് ചെയ്യുമ്പോൾ നമുക്ക് പോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടോപ്പിലുള്ള സോയിൽ എടുത്തിട്ട് മാറ്റിയിട്ട് കുറച്ച് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എപ്പോഴും ഈ മണ്ണിൽ കുറേ നാളായിട്ട് നമ്മളിത് മാറ്റിയിട്ടില്ല എങ്കിൽ മിനറൽസ്, മൈക്രോ ന്യൂട്രിയൻസിനൊക്കെ ഡെഫിഷ്യൻസി വരും, അത് കുറയും. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പച്ചക്കറിയുടെ ഫോട്ടോ കാണുമ്പം നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, അതിൽ മൈക്രോ ന്യൂട്രിയൻസ് ആണുള്ളത്. അതുപോലെ തന്നെ സിങ്ക്, അങ്ങനത്തെ കുറച്ച് 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 നല്ല എലമെൻറ്റ്സ്, മിനറൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മളത് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഡൈല്യൂട്ട് ആയാലും കുഴപ്പമില്ല, ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആവരുത് കേട്ടോ, കട്ടി കൂടരുത്. കട്ടി കൂടുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പം ഞാനത് എടുത്തിട്ട് എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ, അങ്ങനെയാണ് ഡൈല്യൂഷൻ വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഇതിലേക്ക് തട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇന്ന് നമുക്ക് നന്നായിട്ട് പണിയുള്ളൊരു പരിപാടിയാണ്. കാരണം കുറേ നാളായി ഞാൻ ബാൽക്കണി ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു 2 വീക്സിൻ്റെയൊക്കെ മേലെ ആയിട്ടുണ്ടാവും, 1 മന്ത് ആവാനായിട്ടുണ്ടാവും എന്തായാലും. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ പോട്ടിലുള്ള ഇങ്ങനത്തെ മിക്സ്ചേഴ്സൊക്കെ കൊടുത്ത്, പിന്നെ ഏതെങ്കിലും പ്ലാന്റിലൊക്കെ ഡെഫിഷ്യൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, ഇലകളൊക്കെ പ്രശ്നമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലുപൊടിയൊക്കെ കൊടുത്ത് അങ്ങനെ അവരെ നന്നായിട്ട് റിച്ച് ആക്കിയതിന് ശേഷം പോട്ട് നമ്മൾ തുടച്ച് മിനുക്കി മാറ്റി വെച്ചിട്ട് ബാൽക്കണി ക്ലീൻ ചെയ്തിട്ട് ആ പോട്ട് എടുത്ത് ഇങ്ങോട്ട് വെക്കാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തു പോകുന്നൊരു പരിപാടി. പിന്നെ ഞാൻ എപ്പോഴും മുകളിൽ ഞാൻ അങ്ങനെ ഡെയിലി എല്ലാ വ്ലോഗിലും പറയാറുണ്ട്, ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന ആളൊന്നുമല്ല. ഡെയിലി അല്ല, ഞാൻ വീക്ക്ലി വൺസ് അങ്ങനെ, അല്ലെങ്കിൽ 2 വീക്കിലി വൺസ് ഒക്കെ മാത്രമേ ഞാനിങ്ങനെ അപ്സ്റ്റെയറിൽ വന്ന് ക്ലീൻ ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നനയ്ക്കുന്നതും അങ്ങനെ തന്നെയാണ്. പ്ലാന്റിന് എപ്പോഴും പ്രശ്നം വെള്ളം കൂടിപ്പോയാലാണ് കേട്ടോ. അപ്പം നനവ് ഒന്ന് ഒത്തിരി കുറഞ്ഞ് വെച്ചിട്ട് എന്ന് കരുതിയിട്ട് നമ്മൾ ഉണക്കണം എന്നല്ല. കൊക്കോപീറ്റ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും അതിലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് കുറേ നാൾ നിലനിൽക്കും. അപ്പം അതുവരെ നമുക്ക് നോക്കിയിട്ട് നനച്ചാൽ മതി, ആവശ്യമുള്ളത് നമുക്ക് നനച്ചാൽ മതി. ഇതാണ് കേട്ടോ, അങ്ങനെ ഒരു പെല്ലറ്റ്സ് ആണ് കാണുന്നത്, ഒരു യെല്ലോ കളറിൽ പെല്ലറ്റ്സ് ആണ് ആ പാക്കറ്റിലുള്ളത്. ഇതിലേക്കാണ് വാട്ടർ ഒഴിക്കുന്നത്. ഈ 1 ലിറ്റർ മാത്രമല്ല കേട്ടോ ഞാൻ ഒഴിക്കുന്നത്, അത് ആ ബക്കറ്റിൽ ഈ 1 ലിറ്റർ ഒഴിച്ച് നന്നായിട്ട് ഡിസോൾവ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയും കൂടെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പാരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാ ഇത്രയും വെള്ളം ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അത് കണ്ടോ, ഒരു 1/4 ഭാഗം ഈ ബക്കറ്റിൻ്റെ വെള്ളമുണ്ട്. ഈ ഒരു കളറിലാണ് ഇത് കാണുന്നത്. ഇതിനേക്കാളും ഭയങ്കര യെല്ലോ, ഡാർക്കിഷ് യെല്ലോ ആക്കണ്ട, ഈ ഒരു പെയിൽ യെല്ലോ കളർ മതി. നമുക്ക് ആ ഒരു ഡൈല്യൂഷൻ മനസ്സിലാവാനാണ് പറയുന്നത്. എന്നിട്ട് കുറേശ്ശെയാണ് ഞാൻ ഓരോന്നിനും ഒഴിച്ച് കൊടുക്കുന്നത്. ഒരുപാട് ഒഴിച്ച് കൊടുക്കുകയൊന്നും വേണ്ട. നമ്മളെ പോലെ തന്നെയാണ്, നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചെന്ന് വിചാരിച്ചാൽ അറ്റ് എ ടൈം എല്ലാം നമ്മളെ ബോഡിക്ക് പിടിക്കില്ലല്ലോ, അതുപോലെ തന്നെയാണ് ഇവർക്കും. അപ്പം ഞാൻ കുറച്ച് സോളിഡ് മിക്സും അവിടെ വെച്ചിട്ടുണ്ട്. അതായത് ചാണകപ്പൊടിയും എല്ലുപൊടിയും കുറച്ച് കൊക്കോപീറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ലീഫി പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ചാണകപ്പൊടി എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ ചാണകപ്പൊടി ഒരുപാട് ഇടരുത്, കാരണം ഫ്ലവറിങ് കുറയും. അതുപോലെ തന്നെ ഈ ഒരു വെതറിൽ നമ്മൾ ഒരുപാട് നനയ്ക്കാനും പാടില്ല. ഫ്ലവറിങ് പ്ലാന്റ്സിന് നന്നായിട്ട് കുറയ്ക്കണം. ഉണങ്ങിപ്പോകാതിരിക്കാനുള്ള നന മാത്രമേ മുല്ല, അതുപോലെ തന്നെ ബോഗൺവില്ല, ഇതിനൊക്കെ പാടുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്ന ഏത് പ്ലാന്റ് ആണെങ്കിലും ഇതേ സിസ്റ്റം തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ക്വാണ്ടിറ്റി അറ്റ് എ ടൈം നമുക്ക് പോവില്ല, ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. എനിക്കതുപോലെ തന്നെ ബ്രോക്കൺ ഹാർട്ട്സ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായി ഈ സോയിലൊന്ന് മാറ്റിയിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് വളം തന്നെ ഇവർക്ക് കൊടുത്തത് ഓഗസ്റ്റിലാണ് കൊടുത്തത്. അതിനേക്കാൾ ഒരു 1 ഇയർ എബോവ് ആയി ഞാൻ ഈ ഒരു പോട്ടൊക്കെ ഒന്ന് എടുത്ത് കംപ്ലീറ്റ്ലി മാറ്റിയിട്ട്. പോട്ട് എപ്പോഴും നമ്മളങ്ങനെ മാറ്റി കൊടുക്കണം എന്നില്ല. നമുക്ക് ഒരുപാട് പോട്ടാകുമ്പം എടുത്ത് എല്ലാ പോട്ടിംഗ് മിക്സ്ചറും മാറ്റുന്നതൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ ഈ ഇല ഇത് തന്നെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വന്നത് നിങ്ങൾ കണ്ടോ? പ്ലാന്റ് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നേരം വെളുത്തുട്ടോ.